എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെള്ളക്കറിയാണ് വയ്ക്കണം, അതായത് ഒഴിച്ചു കൂട്ടാൻ. നമ്മൾ ചോറിനൊപ്പം മീൻകറി, ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ, എന്ത് കറി ഉണ്ടെങ്കിൽ ഇത് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാം. അതിന് വേണ്ടി ഞാൻ മാങ്ങ ഇട്ട് വയ്ക്കാം, വെള്ളരിക്ക ഇട്ട് വയ്ക്കാം. ഇന്ന് ഞാൻ ഇലമ്പൻ പുളി, അതായത് ഞങ്ങൾ പുളിച്ചിക്കയെന്ന് പറയും, അതിട്ടാണ് ഞാനിന്ന് വയ്ക്കുന്നത്. അതിന് വേണ്ടി പുളിച്ചിക്ക അരിഞ്ഞ് ഈ പച്ചമുളക് അരയ്ക്കൂല, ഈ പച്ചമുളക് കീറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട്, ആ കറിയാണ് ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. നന്നായിട്ട് വേവിട്ട് ആ നേരത്തിന് നമുക്ക് ഇത് വേകുന്ന നേരത്തിന് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി നമുക്ക് അവരോട് കണക്കിനുള്ള തേങ്ങ, എനിക്കിവിടെ ഒരു കൈപ്പിടി തേങ്ങ മതി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്പത്തെ ചെറിയ ഉള്ളി, ജീരകം. ഇതിന് പുളി ഇടൂല, പുളിപ്പുള്ളത് കൊണ്ട് പുളി ഇടൂല. പുളിച്ചിക്ക പുളി ഉള്ളതില്ലേ, അതല്ലെങ്കിൽ പുളിയിടും. ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കറിക്കുള്ള അരപ്പ് ഇവിടെ ശരിയായി, നല്ല മഷി പോലെ അരച്ച്, അതായത് തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം. ഇത് തിളച്ച് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിന് കടു വറുത്തൊഴിക്കണം. ഇനി അടുത്ത് നമുക്ക് കടു വറുക്കാം. നമ്മൾ എല്ലാത്തിനും കടു വറുക്കും പോലെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. ചൂടാകട്ടെ. എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, എങ്കിലും ഞാൻ അറിഞ്ഞുകൂടാത്ത അവർക്ക് വേണ്ടി ചെയ്യുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ, ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളക്, അരപ്പിൽ നമ്മൾ എരിവ് ചേർത്തിട്ടില്ല. മുളകൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്ത് നോക്കണം, അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. പല രീതിയിൽ വയ്ക്കാം, മാങ്ങയിട്ട് വയ്ക്കാം, പുളിച്ചിക്കയിട്ട് വയ്ക്കാം, നമുക്ക് എന്താണ് വാഴത്തടയിട്ട് വയ്ക്കാം. വാഴത്തടയിട്ട് വെച്ച് ഞാൻ ഒരു ദിവസം കാണിച്ചില്ല, അത് നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിക്കും വാഴത്തടയിൽ. അങ്ങനെ ഇവിടെ വെള്ളക്കറി റെഡിയായി. ഒഴിച്ചു കൂട്ടാനെന്നും പറയും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞാൻ എടുത്ത് പറയുകയാണ്.